ബംഗ്ലാദേശിലെ സെൻറ്റ് മാർട്ടിൻ ദ്വീപ് വളരെ തന്ത്രപ്രധാനമാണെന്നാണ് കേട്ടിട്ടുള്ളത്. ഈ ദ്വീപ് അരക്കൻ ആർമി പിടിച്ചെടുത്തെന്നും പിന്നീട് ഇന്ത്യക്ക് കൈമാറിയെന്നും പറയുന്നു. പിന്നീട് ഇത് നിഷേധിക്കപ്പെട്ടു. ഒടുവിൽ വീണ്ടും കൈമാറിയത് സത്യമാണെന്ന് പറയുന്നു. എന്താണ് കൺഫ്യൂഷൻ ആണല്ലോ? അതിന് ഞാൻ ഉത്തരം പറയാം. അതിൻ്റെ വിശദമായ ഉത്തരം ഞാൻ ആദ്യം പറയത്തില്ല. അപ്പോൾ സിനു പറഞ്ഞതിനൊരു കറക്ഷൻ ഉണ്ട്. ആദ്യമേ പറഞ്ഞത് സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് അമേരിക്ക ചോദിച്ച ഐലൻഡാണ്. അവിടെ ഒരു നാവിക താവളം ഉണ്ടാക്കണം. ഡൊണാൾഡ് ലൂ എന്ന് പറഞ്ഞൊരാളുണ്ട്. അമേരിക്കയുടെ ചില ഓപ്പറേഷൻസ് നടപ്പാക്കാൻ വേണ്ടി വരുന്ന അമേരിക്കയുടെ ഒരു ജോയിൻറ്റ് സെക്രട്ടറിയാണ്. അദ്ദേഹം ഷേഖ് ഹസീനെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ മേഖലയിൽ ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കണം. ഇന്ത്യയുടെ കുറേ ഭാഗങ്ങൾ, മ്യാൻമറിൻ്റെ കുറേ ഭാഗങ്ങൾ, ബംഗ്ലാദേശിൻ്റെ കുറേ ഭാഗങ്ങൾ ചേർത്ത് ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കണം എന്ന് തന്നോട് ആവശ്യപ്പെട്ടെന്നായി ഹസീന പ്രധാനമന്ത്രിയായിരിക്കെ തന്നെ പറഞ്ഞു. വൈറ്റ്മാൻ ആവശ്യപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ഞാൻ സമ്മതിച്ചില്ല. അതിനുശേഷം അധികാരത്തിൽ നിന്ന് പോയതിന് ശേഷം ഹസീന പറഞ്ഞു, ഞാൻ അന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ കസേര പോവില്ലായിരുന്നു എന്ന് പറഞ്ഞു. അത് നോർമൽ വെക്കുക. അതെ, ഞാനിതിന് ഉത്തരത്തിലേക്ക് വരാം. ഉത്തരത്തിലേക്ക് വരുമ്പോൾ സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് അമേരിക്കയ്ക്ക് വലിയ താല്പര്യമുണ്ട്. ആ ദ്വീപ് കിട്ടിയാൽ ആ മേഖലയിൽ അമേരിക്കയ്ക്ക് ചൈനയ്ക്കെതിരായ വലിയ തന്ത്രപ്രധാനമായ നീക്കങ്ങൾ നടത്താൻ കഴിയും. അത് അരാക്കൻ ആർമി പിടിച്ചെടുത്തു എന്നാണ് കുറച്ച് ദിവസങ്ങളായി സ്ഥിരീകരിക്കപ്പെടാത്തൊരു വാർത്തയുള്ളത്. നമ്മളും അതത്ര ശരിയാണെന്ന് സംശയമുണ്ട് എന്ന തരത്തിൽ പറഞ്ഞു. പിടിച്ചെടുത്തു എന്ന് പറയുന്നത് ശരിയാണോ? അത് കൺഫർമേഷൻ വരുന്നില്ല. നാഫ് നദി വരെ, തെക്കനാഫ് വരെ ബംഗ്ലാദേശ് പിടിച്ചെടുത്തു. തെക്കനാഫ് ബംഗ്ലാദേശിൻ്റെ ഭാഗമാണ്. 271 കിലോമീറ്റർ അതിർത്തി അരാക്കൻ പിടിച്ചെടുത്തു. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നാഫ് നദിയുടെ നിയന്ത്രണം ഇപ്പോൾ അരാക്കൻ്റെ കയ്യിലാണെന്നൊക്കെ പറഞ്ഞു. ഇതാണ് അരാക്കൻ ആർമി. ദേരാവാദ എന്ന് പറയുന്ന ബുദ്ധമത സേനയാണ്. അവിടുത്തെ റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ബുദ്ധമതക്കാരായ ആളുകൾ ആയുധമെടുത്തതാണ്. അവർ വളരെ സാധുക്കളായൊരു സേന. ചെരുപ്പ് പോലും ഇല്ല, സ്ലിപ്പറൊക്കെ ഇട്ടാണ് പോയിരുന്നത്. യൂണിഫോം ഉണ്ടായിരുന്നില്ല അവർക്ക്. ഇപ്പോൾ സമീപ ദിവസങ്ങളിലായി കാണുന്ന അരാക്കൻ ആർമിയുടെ ചിത്രങ്ങൾ പാടെ മാറിയിട്ടുണ്ട്. അവർക്ക് കവചിത വാഹനങ്ങളുണ്ട്, യൂണിഫോമുണ്ട്. അവർ ഒന്നാന്തരം ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ ധരിച്ചാണ് അരാക്കൻ ആർമി നിൽക്കുന്നത്. അപ്പോൾ അരാക്കൻ ആർമിക്ക് എന്തൊക്കെയാണെങ്കിലും ബംഗ്ലാദേശിനെ പോലെ വിമാനം പോലെയുള്ള ആഡംബരങ്ങളൊന്നുമില്ല. പക്ഷെ അരാക്കൻ ആർമിയുടെ രൂപഭാവങ്ങൾ രണ്ട് മൂന്ന് മാസത്തിനകം മാറി. അവർ ബംഗ്ലാദേശിൻ്റെ ടാറ്റ്മദോ എന്നാണ് മ്യാൻമർ ആർമിയുടെ പേര് ടാറ്റ് മദോവ് എന്നാണ്. ടാറ്റ് മദോവ് എന്ന് പറയുന്ന മ്യാൻമർ ആർമിയെ ഈ വള്ളിച്ചെരുപ്പിട്ട് ഇവർ തോപ്പിച്ചോടിച്ചു. ചിൻ മേഖല പിടിച്ചെടുത്തു. ഇപ്പം റഖൈൻ മേഖല സമ്പൂർണ്ണമായി അവരുടെ കയ്യിലാണ്. ബംഗ്ലാദേശിൻ്റെ അതിർത്തി, ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, ബംഗ്ലാദേശിൻ്റെ 4 അതിർത്തിയിൽ 3 ഭാഗവും ഇന്ത്യയാണ്. ഒരു ഭാഗം ഇപ്പം അരാക്കൻ്റെ നിയന്ത്രിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് ട്രാപ്ഡാണ്. 3 വശത്ത് ഇന്ത്യ, ഒരിടത്ത് അരാക്കൻ. അപ്പോൾ ഈ അരാക്കൻ്റെ നിലപാടെന്താണ്? അതിനു മുമ്പ് ഞാൻ പറഞ്ഞു വളരെ പെട്ടെന്ന് എങ്ങനെയാണ് അരാക്കൻ്റെ യൂണിഫോം മാറി അവർക്ക് ആധുനിക ആയുധങ്ങൾ വരുന്നു. അരാക്കൻ എടുത്ത റഖൈൻ മേഖലയിൽ ഇന്ത്യക്കൊരു തുറമുഖമുണ്ട്, സിദ്വേ തുറമുഖം. നമ്മളവിടേക്ക് അവർക്ക് അരി, ഗോതമ്പ്, ഉരുളക്കിഴങ്ങ് തുടങ്ങിയ സാധനങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. ഈ അടുത്തിടയ്ക്കും നമ്മുടെ കപ്പലുകൾ പോയിരുന്നു. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇനി മറ്റൊരു കാര്യം പറയാം. അരാക്കൻ ആർമിയുടെ ചില ആളുകൾ ഈ കഴിഞ്ഞ വർഷം ആദ്യം ഇന്ത്യയിൽ വന്നിരുന്നു. ഇന്ത്യയിൽ ആരൊക്കെയോ ആയിട്ട് ചർച്ച നടത്തി. ആരൊക്കെയാണെന്ന് ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല. ഇന്ത്യയിൽ വന്നു, ഇന്ത്യൻ സർക്കാരിൻ്റെ ഉന്നതരുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇന്ത്യയിൽ നിന്ന് ഒരു രാജ്യസഭാ എംപിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഇന്ത്യൻ ഡെലിഗേഷൻ, പൊളിറ്റിക്കൽ ഡെലിഗേഷൻ റഖൈനിൽ പോയി അരാക്കൻ ആർമിയുമായും എന്തൊക്കെയോ ചർച്ചകൾ നടത്തി. ഇങ്ങനെ 2 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യക്ക് വളരെ താല്പര്യമുള്ള ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പേര് കലാതൻ മൾട്ടി മോഡൽ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്ന് പറഞ്ഞാൽ ബംഗാൾ ഉൾക്കടലിലൂടെ ഒരു വഴി, ഇന്ത്യക്ക് ഒരു പാത തുറക്കുന്ന പദ്ധതിയാണ് കലാതൻ മൾട്ടി മോഡൽ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ. കൊൽക്കത്തയിൽ നിന്ന് നേരെ സിദ്വേ തുറമുഖം നമ്മുടെയാണ്. സിദ്വേ തുറമുഖത്ത് നിന്ന് ചിൻ സ്റ്റേറ്റിലേക്ക് പോകും. ചിൻ സ്റ്റേറ്റിലേക്ക് പോയി പലേറ്റ്വ നദി എന്ന് പറഞ്ഞൊരു നദിയുണ്ട്, മ്യാൻമറിലെ നദിയാണ്. അത് ചിന്നിലാണ്. ചിന്നിലെ ഈ പലേറ്റ്വ നദിയിലൊരു തുറമുഖം ഉണ്ടാകുന്നു. അങ്ങനെ വന്നാൽ നമുക്ക് ഈ റൂട്ടിൽ മിസോറാമിലേക്ക് എളുപ്പമെത്താം. മിസോറാമിലേക്ക് വരാൻ ഇന്ത്യക്ക് പറ്റുന്നൊരു പാത. അതിന് 2 മ്യാൻമറിൻ്റെ സംസ്ഥാനങ്ങൾ സമ്മതിക്കണം. ഒന്ന്, ചിൻ സ്റ്റേറ്റിൽ അവിടെ പലേറ്റ്വ നദിയിൽ ഒരു തുറമുഖം ഉണ്ടാകണം. ഇന്ത്യക്ക് ആ തുറമുഖം ഉണ്ടായിട്ടുണ്ട്. പിന്നെ സിദ്വേ തുറമുഖം ഉണ്ടാവണം.
ഈ തുറമുഖം റഖൈൻ മേഖലയിലാണ്. അതുകൊണ്ടായി ആ 2 സ്റ്റേറ്റിലുണ്ടായി, 2 പ്രൊവിൻസിലുണ്ടായി. 2 പ്രൊവിൻസ് ഇപ്പോൾ ആരുടെയാ? അരക്കൻ്റെ കയ്യിൽ വന്നതുകൊണ്ടാണ് നമുക്കത് ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പോൾ അരക്കൻ ഈ ചിൻ സ്റ്റേറ്റിലും റഖൈൻ മേഖലയിലും അധികാരത്തിൽ വന്നത് ആർക്ക് ഗുണമുണ്ടായി? ഇന്ത്യക്ക് ഗുണമുണ്ടാകാൻ വേണ്ടിയിട്ടാണോ അരക്കൻ വന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയത്തില്ല. മനസ്സിലായോ? അപ്പോൾ കലാതൻ മൾട്ടി മോഡൽ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ഇന്ത്യക്ക് ഗുണമുണ്ടാവുന്ന പ്രൊജക്റ്റാണ്. അത് മാത്രമല്ല, അരാക്കൻ വന്നതിന് ശേഷം അരാക്കൻ ചിന്നിലും മറ്റേ റഖൈൻ മേഖലയിലും അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു ചെറിയ പ്രശ്നമുണ്ടായി. അരാക്കൻ പറഞ്ഞു, അതായത് മ്യാൻമറിൻ്റെ വടക്കൻ ഭാഗത്ത് ഞങ്ങൾ ഇനി ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വടക്കൻ ഭാഗത്തു നിന്നാണ് നേരെ മണിപ്പൂരിലേക്ക് നുഴഞ്ഞുകയറ്റം ഉണ്ടാകുന്നത്. കുക്കികൾക്ക് മ്യാൻമറിൽ നിന്ന് വൻതോതി കുക്കി വംശജർ ഈ വടക്കൻ ഭാഗത്തു നിന്ന് മണിപ്പൂരിലേക്ക് വരുന്നുണ്ടായിരുന്നു. അതിപ്പോൾ നിന്നു. അത് അങ്ങനെയുള്ള കുക്കികളുടെ വരവ് ആര് തടഞ്ഞിരിക്കുന്നു? അരക്കൻ ആർമി തടഞ്ഞിരിക്കുന്നു. അപ്പോൾ കുക്കികൾ ബംഗ്ലാദേശിൽ മ്യാൻമറിലേക്ക് വരുന്നു. മ്യാൻമറിലുണ്ട് കുക്കികൾ, ഇവരുടെ ബന്ധുക്കളൊക്കെ ആയിട്ടുള്ള കുക്കി ഗോത്രവംശം വലിയ തോതിൽ എവിടെയുണ്ട്? മ്യാൻമറിലുണ്ട്. ഇനി വേറൊന്ന് പറയാം, ചിൻ കുക്കി സോ 3 വിഭാഗങ്ങളും ചേർന്നിട്ട്, അത് 3 വംശീയരും ചേർന്നിട്ട് ഒരു സ്വതന്ത്ര രാജ്യം വേണമെന്ന് നമ്മുടെ മിസോറാം മുഖ്യമന്ത്രി ലാൽഡുഹോമ ഒരു 2-3 മാസം മുമ്പ് പ്രസംഗിച്ചിരുന്നു. അതെ, എവിടെ? മണിപ്പൂർ, മ്യാൻമർ, ഇതെല്ലാം അവിടെയുള്ള ഈ 2 രാജ്യങ്ങളിലുള്ള ചിൻ മേഖല. ചിന്നിപ്പോൾ ആര് കൊണ്ടുപോയി? അരക്കൻ കൊണ്ടുപോയി. അപ്പോൾ ചിൻ പോയി. ചിൻ ചേർന്നിട്ട് രാജ്യം ഇല്ല. അപ്പോൾ ചിൻ അരാക്കൻ പിടിച്ചത് ചുമ്മാതല്ല. അപ്പോൾ ചിൻ മേഖല, കുക്കികളുടെ മേഖല, സോ ഗോത്രം, ഇവരെ ചേർത്തിട്ടൊരു രാജ്യം എന്നുള്ള സ്വപ്നം കാണുന്ന കുറേ ആളുകളുണ്ട്. അമേരിക്ക കണ്ടു ക്രിസ്ത്യൻ രാജ്യം. മണിപ്പൂർ മുഖ്യമന്ത്രിയും ലാൽഡുഹോമയും ആ സ്വപ്നം കണ്ടു. ആ സ്വപ്നം ചുറ്റിപ്പോയി. ചിൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ചിൻ അരാക്കൻ പിടിച്ചുകൊണ്ട് പോയി. അതോടെ ആ സ്വപ്നം തകർന്നു. ചിന്നിൽ അല്ലെങ്കിൽ തന്നെ ചിന്നിൽ നിർണായക സ്വാധീനം അരാക്കൻ ആർമിക്കായിരുന്നു. അരാക്കന് സമ്പൂർണ്ണമായിട്ട് പിടിച്ചെടുത്തു. അവർക്ക് സ്വാധീനമുള്ള മേഖലയിലാണ് നമ്മൾ എന്തുണ്ടാക്കിയത്? പലേറ്റ്വ നദിയിൽ നമ്മൾ തുറമുഖം ഉണ്ടാക്കി. ഇന്ത്യ 2 തുറമുഖം ഉണ്ടാക്കി. 2ഉം അരാക്കൻ്റെ കയ്യിലുള്ള മേഖലയിലാണ്. റഖൈൻ മേഖലയിലും ചിൻ മേഖലയിലും ഉണ്ടാക്കി. 2ഉം ഇപ്പോൾ ഭരിക്കുന്നത് അരാക്കൻ. 2ഇടത്തും ഗുണമാർക്കാണ്? ഇന്ത്യക്ക്. 2 തുറമുഖം കിട്ടി, അതിലുള്ള പുതിയ വഴിയും ഉണ്ടാവുന്നു. അതുകൂടാതെ കുക്കികൾ അവിടെ നിന്നുള്ള വരാതെ നോക്കുന്ന പണി ഇപ്പോൾ ആര് നോക്കുകയാണ്? അരാക്കൻ നോക്കുകയാണ്. അപ്പോൾ ഇന്ത്യക്ക് ഗുണമുണ്ടോ? തീർച്ചയായിട്ടും. ഇതാണ് ഇതിനകത്തൊരു പൊളിറ്റിക്സ്. ഇതാരും പറയാത്തൊരു പൊളിറ്റിക്സാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ കുക്കികൾക്ക് ആയുധങ്ങൾ എത്തിച്ചു കൊടുത്തത് മ്യാൻമറിൽ നിന്നായിരുന്നു. ചൈന വഴി മ്യാൻമർ വഴി വന്നുകൊണ്ടിരുന്നത് അതായിരുന്നു റൂട്ട്. അതായത് നമ്മൾ പറഞ്ഞില്ലേ, അവിടെ ഒരു ഫ്രീ പാസേജ് ഉണ്ട്. 16 കിലോമീറ്റർ ഇങ്ങോട്ടും 16 കിലോമീറ്റർ അങ്ങോട്ടും പോകാൻ ഒരു ഫ്രീ പാസേജ് ഒന്നും വേണ്ട. അവരുടെ അപ്പുറത്തുപ്പുറത്തുള്ള ബന്ധുക്കൾക്ക് വേണ്ടി പോകാൻ വേണ്ടി BSFും നമ്മുടെ അതിർത്തി സംരക്ഷണ സേനകളും എല്ലാം കൂടെ അംഗീകരിച്ചിരിക്കുന്ന ഒരു ഫ്രീ പാസേജ് ആയിരുന്നു. ആ പാസേജ് വഴിയായിരുന്നു മയക്കുമരുന്ന് വന്നിരുന്നത്, ആയുധം വന്നിരുന്നതൊക്കെ. ഇപ്പോൾ അപ്പുറത്തുനിന്ന് ഈ സാധനം വരാതെ ആര് നോക്കിക്കോളും? അരാക്കൻ. അപ്പോൾ ഈ ചിന്നിൻ്റെ ഭാഗത്താണ് ഈ നിൽക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ അരാക്കൻ്റെ നീക്കം ആർക്ക് ഗുണം? ഇന്ത്യക്ക് ഗുണം. ഇനിയിപ്പോൾ ഞാൻ ഉത്തരം പറയത്തില്ല, എന്നാലും ചോദ്യം ബാക്കിയാണ്. അരാക്കന് കവചിത വാഹനങ്ങൾ എവിടെ നിന്ന് കിട്ടി? യൂണിഫോം എവിടെ നിന്ന് കിട്ടി? ബുള്ളറ്റ് പ്രൂഫ് എവിടെ നിന്ന് കിട്ടി? യന്ത്രത്തോക്കുകൾ എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ഉത്തരം അറിയത്തില്ല. അപ്പോൾ ഞാനൊരു കാര്യം സംശയം ചോദിച്ചോട്ടെ, ഈ പറയുന്ന റോയുടെ സാന്നിധ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം വാഷിംഗ്ടൺ പോസ്റ്റിൽ ഉൾപ്പെടെ പത്രമാധ്യമങ്ങളിലൊക്കെ വന്നു. ഒന്ന് കണക്ട് ചെയ്താലോ? എനിക്കറിയില്ല. കണക്ട് ചെയ്യണമെന്ന് ആരും പറഞ്ഞില്ല. ഇനി അടുത്തൂടെ, അപ്പോൾ ഇന്ത്യക്ക് ഈ പറയുന്ന സെന്റ് മാർട്ടിൻ ഐലൻഡ് ദ്വീപ് കിട്ടിയാലും പ്രയോജനമാണല്ലോ. പ്രയോജനമാണ്. അതൊരു വലിയ പ്രശ്നമാണ്. ഇന്ത്യക്ക് സെന്റ് മാർട്ടിൻ ഐലൻഡ് കിട്ടിയാൽ ഇന്ത്യക്ക് നല്ലതാണ്. ഇന്ത്യക്ക് അവിടെ സ്വാധീനം ഉണ്ടാവും. പക്ഷേ അത് ആഗ്രഹിച്ചിരിക്കുന്ന വേറൊരാളുണ്ട്. ആര്? അമേരിക്കയുണ്ട്. അമേരിക്ക പണങ്ങൂല്ലേ? അത് പണങ്ങും. അപ്പോൾ നമ്മളത് വാങ്ങിക്കും. അപ്പോൾ അരാക്കൻ നമുക്ക് തന്നാലും നമ്മളത് വാങ്ങുന്നത് 2 വട്ടം ആലോചിക്കും. അവർ നമുക്ക് കൈമാറി അല്ലെങ്കിൽ കൈമാറാൻ റെഡിയാണ്. സെന്റ് മാർട്ടിൻ ഐലൻഡ് അരാക്കൻ ആർമി പിടിച്ചു. ഇന്ത്യക്ക് തരാം എന്ന് പറയുന്നു. ഇന്ത്യ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു രാജ്യാന്തര തലത്തിൽ അമേരിക്കയ്ക്ക് താല്പര്യമുള്ളൊരു സാധനം, പ്രത്യേകിച്ച് ട്രംപ് അണ്ണൻ വരാനിരിക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് അത് മേടിച്ചെടുത്തിട്ട് അമേരിക്കയുടെ ഒരു ഹിതത്തിന് എതിരായ ഒരു കാര്യം ചെയ്യാനുള്ള സാധ്യത കുറവാണ് രാജ്യാന്തര തലത്തിൽ. പണ്ട് ഉപരോധം പോലും വരാം അമേരിക്കയെ പിണക്കാം. അതുകൊണ്ട് അത് കൈവശം വെച്ചിട്ട് വേണമെങ്കിൽ അണ്ണനോടൊന്ന് സംസാരിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യും.
10-15 ദിവസമല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതുവരെ കാത്തിരിക്കാമെന്ന് വെച്ചിരിക്കും. അതുകൊണ്ടായിരിക്കാം ഈ വാർത്തകൾ പുറത്ത് വരാത്തത്. നിഷേധിക്കുന്നില്ല. ഇപ്പം നാഫ് നദി അവരുടെ കയ്യിലാണ്, തെക്കനാഫ് അവരുടെ കയ്യിലാണ്, ചിൻ അവരുടെ കയ്യിലാണ്, റഖൈൻ അവരുടെ കയ്യിലാണ്. ബംഗ്ലാദേശിൻ്റെ 271 കിലോമീറ്റർ അതിർത്തിയും അരാക്കൻ്റെ കയ്യിലാണ്. അപ്പോൾ അരാക്കൻ്റെ നമുക്ക് ചിത്രങ്ങൾ കാണിക്കാം കേട്ടോ. അരാക്കൻ ആർമി പണ്ടത്തെ അരാക്കൻ ആർമി പോലെയാണോ, ഉടുപ്പില്ലാത്ത വള്ളിച്ചെരുപ്പിടുന്ന അരാക്കൻ ആർമിയാണോ ഇപ്പോൾ നിൽക്കുന്നുള്ള ചിത്രങ്ങൾ നമ്മൾ കാണിക്കാം. പ്രേക്ഷകർ ശ്രദ്ധിച്ചാൽ മതി. ഇനി അതുകൂടാതെ ഇനി ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഇനി അങ്ങനെ വരുമ്പോൾ ഇന്ത്യക്ക് തന്നാൽ ഇന്ത്യക്ക് വേറൊരു മാർഗമുണ്ട്. ഇന്ത്യക്കൊരു കാര്യം, ഇപ്പോൾ അരാക്കൻ പിടിച്ചെടുത്തല്ലോ, നിങ്ങളുടെ തന്നെ ദ്വീപ് ഞങ്ങൾക്ക് വേണ്ടപ്പാ, വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഞങ്ങൾക്ക് പാട്ടത്തിന് തന്നേക്ക്. അങ്ങനെ ഒരു നിലപാട് ഇന്ത്യക്ക് എടുക്കാം. ഇന്ത്യക്ക് ഡിപ്ലോമാറ്റിക്കായിട്ട് എടുക്കാമെന്ന്. ഞങ്ങൾ ഒന്നുമില്ല, അവർ നമുക്ക് തരട്ടെ എന്ന് ചോദിച്ചു. ഈ അമേരിക്ക ട്രംപണ്ണന് വേണോ, ട്രംപണ്ണൻ അഞ്ചെട്ട് പോകാൻ അവിടെ വെച്ചോ, നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ ഇന്ത്യ അരാക്കൻ്റെ കയ്യിൽ നിന്ന് ഇന്ത്യ പാട്ടത്തിനെടുത്തിട്ട് ഇന്ത്യ അമേരിക്കയ്ക്ക് കൊടുത്ത കുഴപ്പമുണ്ടോ? ആർക്കും കുഴപ്പമില്ലല്ലോ. അപ്പോൾ സാധ്യതകൾ പലതാണ്. അപ്പം ഇത് ഈ സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ കയ്യിൽ നിന്ന് പോയോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ബംഗ്ലാദേശിൻ്റെ സൈനിക തലവനായ ജനറൽ വക്കാർ ഉസ്മാൻ്റെ വാക്കുകളിൽ വരികൾക്കിടയിലുണ്ട്. അദ്ദേഹം സാധാരണ സൈനിക ഉദ്യോഗസ്ഥന്മാരെന്നും ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള അഭിപ്രായം പറയത്തില്ല. ഇദ്ദേഹം പറയുന്നത്, ഞങ്ങൾ ഇന്ത്യയുടെ താല്പര്യത്തിനൊന്നും ചെയ്യില്ല, ഇന്ത്യ ഞങ്ങളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്, ഇന്ത്യയ്ക്കും ചില ഗുണങ്ങൾ ഞങ്ങളെ കൊണ്ടുണ്ട്, പിന്നെ അയൽ രാജ്യത്തിൻ്റെ തന്ത്രപ്രധാനമായ താല്പര്യങ്ങൾക്ക് ഞങ്ങൾ എതിര് നിൽക്കില്ല എന്ന് പറഞ്ഞു. അതിനകത്ത് വേറൊരു മെസ്സേജുണ്ട്. നമ്മുടെ തന്ത്രപ്രധാനമായ താല്പര്യമാണ് പാകിസ്ഥാൻ്റെ പട്ടാളം ബംഗ്ലാദേശിലേക്ക് വരുന്നത് നമുക്ക് താല്പര്യമില്ലാത്തതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പാകിസ്ഥാൻ പട്ടാളം അങ്ങോട്ട് വരുന്നു എന്നുള്ളത് നമുക്ക് താല്പര്യമില്ല എന്ന് അറിയാവുന്ന ബംഗ്ലാദേശിൻ്റെ സൈനിക മേധാവി പറയുന്നു, ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ താല്പര്യങ്ങൾക്കെതിരായിട്ട് ഞങ്ങളൊന്നും ചെയ്യില്ല. അപ്പോൾ ഇതിനകത്ത് ആലോചിക്കേണ്ട ഒരു കാര്യം, ബംഗ്ലാദേശിലെ കലാപം ഉണ്ടായല്ലോ. കലാപം ഉണ്ടപ്പോൾ ഷേഖ് ഹസീന പറഞ്ഞു, നിങ്ങൾ സൈന്യത്തെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ പറഞ്ഞു. ആദ്യമൊക്കെ ഇവർ വെടിവെച്ചു. പക്ഷേ 100-110 പേര് മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉസ്മാന് മനം മാറി. ഉസ്മാൻ പറഞ്ഞു, അടിച്ചമർത്താൻ കഴിയില്ല, നിങ്ങൾ രാജിവെച്ച് സ്ഥലം വിടാൻ പറഞ്ഞു. അങ്ങനെ പട്ടാളം കൈവിട്ടതുകൊണ്ടാണ് ഷേഖ് ഹസീന പോയത്. ഹസീന അവിടുന്ന് പോരേണ്ടി വന്നത്. ഹസീന രാജിവെച്ചില്ല, പക്ഷേ പട്ടാളത്തിന് ശത്രുത ഉണ്ടായിരുന്നില്ല ഹസീനോട്, ഉണ്ടെങ്കിൽ വിടത്തില്ലായിരുന്നല്ലോ. ഉസ്മാൻ തന്നെ അറേഞ്ച് ചെയ്ത വിമാനത്തിൽ ഹെലികോപ്റ്ററിലാണ് രാജ്യം വിട്ടു പോകുന്നത്. അപ്പോൾ ഇത് ഈ ഉസ്മാൻ എടുക്കുന്നൊരു നിലപാട് നോക്കൂ. ഇപ്പോൾ ഉസ്മാൻ പറയുകയാണ്, ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കെതിരെ ഞങ്ങൾ നിൽക്കില്ല എന്ന് പറയുന്നത് മുഹമ്മദ് യൂനിസിൻ്റെ ശബ്ദമല്ല. മുൻകാലത്ത് ഷെയ്ഖ് ഹസീനയെ അനുസരിക്കാതിരുന്ന സ്വന്തം നിലപാടിലെത്തിയ ഒരു ചരിത്രം വക്കാർ ഉസ്മാനുണ്ട്. ആ നിലപാട് വീണ്ടും വക്കാർ ഉസ്മാൻ പറയുകയാണ്. അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ സൈന്യം ഇപ്പോൾ അഭിപ്രായം പറയുന്നു ബംഗ്ലാദേശിൽ. അതും ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള നയതന്ത്രപരമായ കാര്യങ്ങളിൽ സൈന്യം അഭിപ്രായം പറയുന്നു. അതും ഒരു ചെറിയൊരു കുഴപ്പമാണ്. അപ്പോൾ മൊത്തത്തിൽ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കുഴപ്പത്തിലേക്ക് പോവുകയാണെന്ന് നമ്മൾ പലതവണ പറഞ്ഞു. പക്ഷെ നമ്മൾ വിചാരിക്കാത്ത തരത്തിലേക്ക് ഇത് കുഴഞ്ഞു മറിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ മണിപ്പൂർ പ്രശ്നം പോലും ഇതുമായി കണക്റ്റഡാണ്, മ്യാൻമറുമായി കണക്റ്റഡാണ്. നമ്മൾ നേരത്തെ ഒരു വീഡിയോ നമ്മൾ പറഞ്ഞു, നമ്മൾ സോറോസ് മുതൽ സോണിയാഗാന്ധി വരെയുള്ള ബന്ധങ്ങൾ പറഞ്ഞു, നമ്മൾ വിശദമായ ഒരു വീഡിയോ ഒരുപാട് ആളുകൾ കണ്ടതാണ്. അത് വീണ്ടും ഒന്നുകൂടെ പറയണമെന്ന് സിനു പറഞ്ഞു, നമുക്ക് ചെയ്യാം, അടുത്ത ദിവസങ്ങളിൽ ചെയ്യാം. ഏതായാലും ഇതെല്ലാം കൂടെ കണക്റ്റഡാണ്. അപ്പോൾ സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് ബംഗ്ലാദേശിന് പോയോ, അരാക്കൻ പിടിച്ചോ, അരാക്കൻ അത് ഇന്ത്യക്ക് തന്നോ, ഇന്ത്യക്ക് തന്നിട്ട് ഇന്ത്യ വാങ്ങിയോ, ഇതൊക്കെ രഹസ്യമാണ്. ആരും ഇന്ത്യ പറയുന്നില്ല, ബംഗ്ലാദേശ് പറയുന്നില്ല. ബംഗ്ലാദേശ് പറയത്തില്ലല്ലോ ഞങ്ങളുടെ ഒരു സ്വഭാവം കൊണ്ടുപോയി. ഇപ്പോൾ തെക്കനാഫ് പിടിച്ചു, നാഫ് നദിയുടെ കൺട്രോള് അരാക്കൻ്റെ കയ്യിലാണെന്നൊന്നും ബംഗ്ലാദേശ് സംഭവിച്ചിട്ടില്ല. പക്ഷേ പ്രശ്നമുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ വളരെ സ്റ്റഡി ആൻഡ് പേസ് എന്ന് പറയുന്ന തരത്തിൽ സാവകാശം ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നമ്മളൊരു ചതുരംഗ കളത്തിലെ കരുനീക്കം പോലെ ഇന്ത്യ വളരെ തന്ത്രപ്രധാനമായ കരുനീക്കം നടത്തുന്നുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞ ക്രിസ്ത്യൻ രാജ്യം എന്നുള്ള സംഗതി ചീറ്റിപ്പോയി. ഒരു മുഖ്യമന്ത്രി പോലും അതിനെ അനുകൂലിച്ചു. അയാൾ സ്വപ്നം കണ്ട പോയി, അരാക്കൻ കൊണ്ടുപോയി. ആര് കൊണ്ടുപോയി? ബുദ്ധമതക്കാർ കൊണ്ടുപോയി, ബുദ്ധമത സേന കൊണ്ടുപോയി. ബുദ്ധമതത്തെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ഇന്ത്യയിലെ ഹിന്ദുക്കൾ കാണുന്നത് ബുദ്ധൻ സമാധാനമല്ല, ദശാവതാരങ്ങളിലൊന്നാണ്. ഭഗവാൻ വിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളിലൊന്നാണ് ബുദ്ധൻ എന്നാണ്
നമ്മുടെ വിശ്വാസം. ബുദ്ധനെ നമ്മൾ ഇന്ത്യയിൽ ഹിന്ദുക്കൾ ആരാധിക്കുന്നില്ലേ? എല്ലാ ഹിന്ദുക്കളുടെയും വീട്ടിൽ ബുദ്ധനുണ്ട്. ദൈവികമായ ഒരു ദൈവികം. അപ്പോൾ അതുകൊണ്ട് ബുദ്ധമതം ഇന്ത്യയിലെ ഹിന്ദു മതത്തിന് ഒരിക്കലും എതിരല്ല. അപ്പോൾ പതുക്കെ ബുദ്ധമതക്കാരുടെ സേന ആയ അരാക്കൻ ആർമി ഇന്ത്യക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ക്രൂഷ്യൽ ലെവലിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് 20-ാം തീയതി കൂടി ഇതിൻ്റെ ഒരു പൂർണ്ണ ചിത്രം, ജനുവരി 20-ന് ട്രംപ് വരുന്നതുകൂടി ഈ മേഖലയിൽ ചിലതൊക്കെ സംഭവിക്കാനുണ്ട്, ചില വെളിപ്പെടുത്തലുകൾ നടക്കും എന്ന് വളരെ വ്യക്തമാകുന്ന സൂചനകളാണ് ഇപ്പോൾ കിട്ടുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.